ഇൻസ്റ്റാഗ്രാമിലും മറ്റ് ചില പ്ലാറ്റ്ഫോമിലും സ്ത്രീകൾ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കുന്നു. സെമി ന്യൂഡ് അല്ലെങ്കിൽ സജസ്റ്റീവ് കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുന്നു. എന്താണ് സജസ്റ്റീവ് കണ്ടന്റ്? നേരിട്ടൊരു സെക്ഷൽ കണ്ടന്റ് അല്ല, മറിച്ച് കാണുന്നവരിൽ ഒരു സെക്ഷൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ലെസ്റ്റ് ഉണർത്താൻ കഴിവുള്ള കണ്ടന്റ്സ്. ഇത് കാണുന്നത് കൂടുതലും പുരുഷന്മാരും ആൺകുട്ടികളാണ്. അവർ പേ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഡെയിലി കാണുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കണ്ടു. ഞാൻ ഇവിടെ ആരെയും ജഡ്ജ് ചെയ്യാൻ വന്നതല്ല. എനിക്ക് കാണാൻ സാധിച്ചത് ഒരു സൈഡിൽ ഈ വീഡിയോ ഇടുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞുള്ള വീഡിയോസ്, മറു സൈഡിൽ എൻ്റെ ബോഡി എൻ്റെ ചോയ്സ് എന്ന് പറഞ്ഞ് എങ്ങും തൊടാതെയുള്ള വീഡിയോസ്. എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ എവിടെയും പറഞ്ഞു കണ്ടില്ല. ഒന്നാമത്തെ കാര്യം, ഈ വീഡിയോസ് കാണുന്നവരെ പറ്റി ആരും സംസാരിക്കുന്നില്ല. അതാദ്യം സംസാരിക്കണം. രണ്ടാമത്തത്, നമ്മളുടെ കുട്ടികൾ നമ്മളടുത്ത് വന്ന് പറയാണ്, നാളെ അച്ഛാ അമ്മേ ഞാനൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഞാൻ ഇത്തരം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, എനിക്ക് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ മാസത്തിനുള്ളിൽ തന്നെ കിട്ടും, അങ്ങനെ ഞാൻ ഫിനാൻഷ്യലി സെറ്റിൽ ആവും എന്ന് നമ്മളോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉത്തരം പറയും? കാരണം ഇന്ന് ഇത്തരം കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെടാണ്. അവരൊക്കെ സെലിബ്രിറ്റീസ് ആണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ലക്ഷറി ലൈഫും ഹാപ്പിനെസ്സും ആണ് കുട്ടികൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന തലമുറ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഇതിലെന്താണ് തെറ്റ് എന്നവർ ചോദിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ അത് ഞാനിവിടെ ഷെയർ ചെയ്യാം. ഇനി മൂന്നാമത്തെ കാര്യം, ഈ വീഡിയോസൊക്കെ ഇട്ട് അവർ കോടികൾ സമ്പാദിക്കുന്ന സമയത്ത് ഇത് നോക്കി അസൂയ തോന്നുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ ആരെയും ജഡ്ജ് ചെയ്യാൻ വന്നതല്ല. നിങ്ങളുടെ അസൂയ വാലിഡാണ്. കാരണം നിങ്ങളുടെ പെയിൻ റിയലാണ്, നിങ്ങളുടെ സ്ട്രഗിൾസ് റിയലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഒരാൾ ഇത്രയും പെട്ടെന്ന് കോടികൾ സമ്പാദിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അസൂയ തോന്നും. അത് ഹ്യൂമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് തുടങ്ങാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്പർ 1, ഇത് കാണുന്ന ആൾക്കാർ. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഒരാൾ കണ്ടന്റ് ഇടുന്നു, മറ്റൊരാളത് കാണുന്നു. ആ കാണുന്ന ആൾക്കാർക്ക് എന്താണ് പ്രശ്നം? എല്ലാവർക്കും പ്രശ്നമുണ്ടാകുമെന്നല്ല, പക്ഷേ ഇതൊരു ശീലമായിട്ട് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ചില മാറ്റങ്ങൾ സംഭവിക്കാം. അതായത് ന്യൂറോ സയൻസിൽ വെൽ ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ളൊരു ഫൈൻഡിങ് ഉണ്ട്. നമ്മളുടെ ബ്രെയിനിന് ഒരു റിയൽ എക്സ്പീരിയൻസും റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ഡിജിറ്റൽ എക്സ്പീരിയൻസും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റണമെന്നില്ല. അതായത് ഒരേ ടൈപ്പ് കണ്ടന്റ് ഡെയിലി ഇങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നോർമലായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് നമ്മളുടെ ഒരു റെഫറൻസ് പോയിൻ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത്തരം വീഡിയോസിൽ കാണുന്ന സ്ത്രീകൾ അവരുടെ ഒരു ക്യൂരേറ്റഡ് വേർഷനാണ്. ബെസ്റ്റ് ആംഗിൾസ്, ബെസ്റ്റ് ലൈറ്റിംഗ്, ഫിൽറ്റേഴ്സ്, എവറിത്തിങ് ഇൻക്ലൂഡഡ്. പക്ഷേ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണർ അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഇനി രണ്ടാമത്തത് ഒബ്ജക്റ്റിഫിക്കേഷൻ. ഒരു വ്യക്തിയെ കംപ്ലീറ്റ് ഹ്യൂമൺ ആയിട്ട് കാണുന്നതിന് പകരം അപ്പിയറൻസിലൂടെ മാത്രം കാണാൻ തുടങ്ങും. ഇത് നമ്മൾക്ക് എല്ലാവർക്കും കുറച്ചൊക്കെ സംഭവിച്ച കാര്യമാണ്. നമ്മൾ പലപ്പോഴും സ്ത്രീകളെ ഇങ്ങനെ ഒബ്ജക്റ്റിഫിക്കേഷൻ ചെയ്യുന്നത് കണ്ട് നമ്മളുടെ ഉള്ളിൽ ഇത് വന്നിട്ടുണ്ട്. ഇത് മനഃപൂർവ്വമല്ല, ബോധപൂർവമല്ല, നമ്മൾ അറിയാണ്ട് ഓട്ടോമാറ്റിക്കലി സംഭവിച്ച കാര്യമാണ്. അതായത് അപ്പിയറൻസിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പേഴ്സണാലിറ്റി, വാല്യൂസ്, ക്യാരക്ടർ ഇതുപോലുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കപ്പെടും. നമ്മൾ സമൂഹത്തിൽ ഇത് കാണുന്നതാണ്. ഒരു സ്ത്രീനെ പറ്റി പറയുന്ന സമയത്ത് ഫസ്റ്റ് വരിക അവളുടെ സൗന്ദര്യമാണ്. പക്ഷെ ഒരു പുരുഷനെ പറ്റി പറയുന്ന സമയത്ത് ക്യാരക്ടർ, അല്ലേ, പേഴ്സണാലിറ്റി, ഇതൊക്കെയാണ് ആൾക്കാർ പറയുക. ഇനി മൂന്നാമത്തത് പാരാസോഷ്യൽ അറ്റാച്ച്മെൻറ്റ്. അതായത് ചില ക്രിയേറ്റേഴ്സിന് അവരുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഒരു ക്ലോസ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വ്യൂവറിന് തോന്നും, ഓ ഷീ അണ്ടർസ്റ്റാൻഡ്സ് മീ, ഷീ കെയർസ് അബൌട്ട് മീ, നന്നായി കെയർ ചെയ്യുന്നു, ഞാൻ പറയുന്നത് കേൾക്കുന്നു, ഞാൻ ചോദിക്കുന്നതിന് റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു കണക്ഷൻ അവിടെ ഫീൽ ചെയ്യും. പക്ഷേ അതൊരു വൺ സൈഡ് റിലേഷൻഷിപ്പാണ്. അറിയാതെ നിങ്ങളുടെ ഇമോഷണൽ എനർജി നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഫോൺ വെച്ചാൽ ആ കണക്ഷൻ അവിടെ തീരും. ഇനി നാലാമത്തത്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇതാണ് എടുത്തു പറയാനും ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾക്ക് റിയൽ റിലേഷൻഷിപ്പിനുള്ള എക്സൈറ്റ്മെൻറ്റ് കുറയും. പല പുരുഷന്മാർക്കും ആൺകുട്ടികൾക്കും സംഭവിക്കുന്ന ഇതാണ്. ഓൺലൈനിൽ ഒരു പുതുമയുണ്ട്, ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ റിയൽ ലൈഫിൽ വരുമ്പോൾ ഇവിടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എഫേർട്ട് ഉണ്ട്, അല്ലേ, ഒരുപാട് എഫേർട്ട് എടുക്കണം. അതായത് നിങ്ങൾക്ക് പ്ലഷർ കിട്ടാൻ ഇത്തരം കണ്ടന്റിൽ നിന്ന് പെട്ടെന്ന് കിട്ടും. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കുമുള്ള കണ്ടന്റ് ഉണ്ട്, എല്ലാ ഫെറ്റിഷനുമുള്ള കണ്ടന്റ് ഉണ്ട്. നിങ്ങളുടെ പല ആഗ്രഹങ്ങളും പണം കൊടുത്തു കഴിഞ്ഞാൽ സാധിക്കുന്ന തരത്തിലുള്ള കണ്ടന്റ്സ് നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഫാൻറ്റസി ഒക്കെ ഫുൾഫിൽ ചെയ്ത് പ്ലഷർ കണ്ടെത്താം. പക്ഷെ റിയൽ ലൈഫിൽ വരുമ്പോഴോ, റിയൽ സ്ത്രീകൾ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ എന്താണ് കാണുന്നത്? അവിടെ ഇമോഷൻസ് ഉണ്ട്, ബൗണ്ടറീസ് ഉണ്ട്, മോശം ദിവസങ്ങളുണ്ട്, കോംപ്ലക്സ് പേഴ്സണാലിറ്റി ഉണ്ട്, ബൗണ്ടറീസ് ഉണ്ട്. അപ്പം റിയൽ ലൈഫിൽ റിയൽ ഇൻറ്റിമസി ഒരു ട്രാൻസാക്ഷൻ അല്ല. അവിടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പേഷ്യൻസ് വേണം, മനസ്സിലാക്കണം, എഫേർട്ട് എടുക്കണം. അപ്പോൾ ഇത് ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു വഴിയാണ് റിയലിൽ, അല്ലേ. ഇവിടെ എല്ലാം ഈസി ആയിട്ട് കിട്ടുന്നു. അതുകൊണ്ട് പലർക്കും ഇവിടെ എഫേർട്ട് എടുക്കണ്ട, റിയൽ റിലേഷൻഷിപ്പിൽ എഫേർട്ട് എടുക്കണ്ട.
ഇതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇത്തരം കണ്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. എസ്പെഷ്യലി ചെറിയ പ്രായത്തിലുള്ള ബോയ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അവർ റിലേഷൻഷിപ്സിനെ പറ്റി പഠിക്കുന്ന സമയം കൂടിയാണിത്, അല്ലേ? സ്നേഹം എന്താണ്, റെസ്പെക്റ്റ് എന്താണ്, കമ്മിറ്റ്മെന്റ് എന്താണ്, കണക്ഷൻ എന്താണ്, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? റിലേഷൻഷിപ്പിലൂടെയാണ്. അട്രാക്ഷൻ ആണ് എല്ലാം എന്നൊരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂച്ചർ റിലേഷൻഷിപ്പിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഇനി നിങ്ങൾ ആരെങ്കിലും റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എന്തിനാണ് ഞാൻ പറയുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഹാർവർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടൊരു സ്റ്റഡി ഉണ്ട്. അതായത് അവർ ഒരുപാട് മനുഷ്യരിൽ കണ്ടക്ട് ചെയ്തൊരു സ്റ്റഡിയാണ്. 75 ഇയർ ലോങ് സ്റ്റഡിയാണത്. ഒരു മനുഷ്യൻ്റെ സന്തോഷം, ഹെൽത്ത്, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളുടെ റിലേഷൻഷിപ്പ് ക്വാളിറ്റിയാണ്. അതുകൊണ്ട് റിലേഷൻഷിപ്പ് സ്കില്ല് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ നിലനിൽപ്പിൻ്റെ തന്നെ ഭാഗമാണ്. സന്തോഷമായിട്ടിരിക്കാനും സക്സസ്ഫുൾ ആവാനും ഹെൽത്തി ആവാനും ഒക്കെ നല്ല റിലേഷൻഷിപ്സ് നമുക്ക് വേണം. ഒരു പോയിന്റ്, നോട്ട് ദിസ് പോയിന്റ് വെരി ക്ലിയർലി. റിലേഷൻഷിപ്പ് ക്വാളിറ്റി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾക്കിപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ട്, കുടുംബക്കാരുണ്ട്. ഇതൊക്കെ റിലേഷൻഷിപ്സിൽ പെടുന്നല്ലേ. ഇതൊക്കെ ദുരന്തം പിടിച്ച ആൾക്കാരാണെങ്കിൽ ആരോഗ്യവും ഹാപ്പിനെസ്സും ഒന്നും ഉണ്ടാവില്ല. ക്വാളിറ്റി ഓഫ് ദ റിലേഷൻഷിപ്പ് മാറ്റേഴ്സ്. നമുക്ക് ഒരാൾ ഉണ്ട് എന്നല്ല, അയാളായിട്ടുള്ള ബന്ധത്തിൻ്റെ ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്തരം വീഡിയോസ് കാണുമ്പോൾ നമ്മൾ ബോധവാന്മാരായിരിക്കണം. നമ്മുടെ റിലേഷൻഷിപ്പ് ക്വാളിറ്റീനെ ഇതൊന്നും അഫക്റ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ ഇവിടെ പറയേണ്ട ഒരു കാര്യമാണ് അറ്റൻഷൻ. നിങ്ങൾ ഇത്തരം വീഡിയോസ് കാണുമ്പോൾ നിങ്ങളുടെ അറ്റൻഷൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നിങ്ങളുടെ ഇമാജിനേഷൻ നിങ്ങൾ എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്? നിങ്ങളുടെ ഇമോഷണൽ എനർജി എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇതൊക്കെ മാറ്റർ അല്ലേ? നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാൻ നമ്മൾ ഇടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നല്ല സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ ഇടണ്ടേ? അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെ വാല്യൂസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഫെയിൽ ചെയ്യുന്നതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ബോധവാന്മാരാവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് സൊല്യൂഷൻ? ബോധം തന്നെയാണ് സൊല്യൂഷൻ. അവെയർനെസ്. അവെയർ ആകുമ്പോൾ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ട്രൂലി അവെയർ ആയിട്ടുള്ള ഒരാൾക്ക് റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് അവർ ഓട്ടോമാറ്റിക്കലി പോകും. അവരോട് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ടോക്സിക് കണ്ടന്റ് അവോയ്ഡ് ചെയ്യണം, ഇത്തരം ലൈഫിൻ്റെ ക്വാളിറ്റി നശിപ്പിക്കുന്ന കണ്ടന്റ് അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അവർ അവെയർ ആയിക്കഴിഞ്ഞാൽ അവർക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കലി കുറയും. കാരണം അതെന്താണെന്നും അതിൻ്റെ കോസ്റ്റ് എന്താണെന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെല്ലാവരും ഈ സ്ക്രീനിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിൻ്റെ ഒരു പോർഷനെങ്കിലും നല്ല റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാൻ എടുക്കണം. ഫ്രണ്ട്സിൻ്റെ കൂടെ, ഫാമിലീൻ്റെ കൂടെ ഒക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. റിയൽ റിലേഷൻഷിപ്സ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുന്ന സമയത്ത് ഈ ഓൺലൈൻ അറ്റാച്ച്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി കുറയും. എപ്പോഴും ഓർക്കണം, ടെക്നോളജി ഒരു പ്രശ്നമൊന്നുമല്ല, കണ്ടൻറ്റും ഒരു പ്രശ്നമൊന്നുമല്ല. പക്ഷേ എല്ലാ കണ്ടൻറ്റും നമ്മൾ കാണണമെന്നില്ല. നമ്മളെ അത് കൺട്രോൾ ചെയ്യാൻ പാടില്ല. നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത് ഏത് കണ്ടൻറ്റ് കാണണം എന്നുള്ളത്. കാരണം നമ്മൾ ഒരു ബെറ്റർ ലൈഫ് ഡിസേർവ് ചെയ്യുന്നുണ്ട്, നമ്മൾ ബെറ്റർ റിലേഷൻഷിപ്സ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഫാൻറ്റസി ഒരു റിലേഷൻഷിപ്പിനെ റീപ്ലേസ് ചെയ്ത് തുടങ്ങുന്ന നിമിഷമാണ് യഥാർത്ഥ പ്രശ്നം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരെ മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ, ഇത് കാണുന്ന ആൾക്കാരെ നമ്മൾ ഫോക്കസ് ചെയ്യണം. അവർക്കും ഒരു അവയർനെസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇതാണ് എനിക്ക് ആ കാണുന്ന ആൾക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, അതായത് ഒരു ദിവസം നമ്മളെ മകൾ വന്ന് നമ്മുടെ അടുത്ത് പറയാണ്, അച്ഛാ അമ്മ എനിക്കൊരു അഡൾട്ട് കണ്ടന്റ് ക്രിയേറ്റർ ആവണം. ഒരുപാട് പേര് അതിലൂടെ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്നുണ്ട്, അവർ ഫേമസ് ആണ്, അവർക്ക് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ട്, സൊസൈറ്റിക്ക് ഇത് വലിയ പ്രശ്നമൊന്നുമല്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അടിച്ച് നിൻ്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റും എന്നാണോ നിങ്ങൾ പറയുക? കാരണം നമ്മൾക്ക് എന്തോ ഉള്ളിലുണ്ട് പറയാൻ, പക്ഷെ എന്താണ് കറക്റ്റ് പറയേണ്ടതെന്ന് പലർക്കും മനസ്സിലാവുന്നില്ല, അല്ലേ? കാരണം നമ്മുടെ കുട്ടികൾ ചോദിക്കുകയാണ് ഇതൊരു തൊഴിൽ മേഖലയായിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്തൂടെ, അതിലെന്താണ് തെറ്റ്? കാരണം നമ്മൾ ഇതിലൂടെ പണം സമ്പാദിക്കുന്നുണ്ടല്ലോ. ആ ഒരു തലത്തിൽ അവർ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു തലത്തിൽ തന്നെ നമുക്കും ഇരുന്നൊന്ന് ചിന്തിക്കാം. അതായത് നമ്മൾ എന്ത് വഴി തിരഞ്ഞെടുത്താലും അതിനൊരു വിലയുണ്ട്. അതായത് ഒരു വില കൊടുക്കേണ്ടി വരും നമ്മൾ. ഇപ്പോൾ നിങ്ങൾ പലരും എൻജിനീയേഴ്സ് ആയിരിക്കാം, ഡോക്ടേഴ്സ് ആയിരിക്കാം, ടീച്ചേഴ്സ് ആയിരിക്കാം. നിങ്ങൾ ആ ഒരു പ്രൊഫഷനിലെത്തി, അത് നിങ്ങളുടെ സക്സസ് എന്ന് വിചാരിക്കുക. പക്ഷേ അവിടേക്ക് എത്താൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ലേ? അതായത് നമ്മുടെ ജീവിതത്തിൽ എന്ത് റിവാർഡ് കിട്ടിയാലും അതിനൊരു കോസ്റ്റ് ഉണ്ട്. ഫിനാൻസിൽ നമ്മൾ പറയാറില്ലേ, എൻ്റെ വീഡിയോസിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, റിട്ടേൺസ് ഉണ്ടോ അവിടെ റിസ്ക് ഉണ്ട്, അതുപോലെ റിവാർഡ് ഉണ്ടോ അതിനൊരു കോസ്റ്റും ഉണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടർ, ആ ഡോക്ടറിൻ്റെ റിവാർഡ് എന്താണ്? അദ്ദേഹത്തിന് സമൂഹത്തിൽ റെസ്പെക്റ്റ് കിട്ടുന്നു, പണം കിട്ടുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് എന്താണ്? എത്രയോ വർഷങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? ഡോക്ടേഴ്സ് ഒരുപാട് വർഷങ്ങൾ അവർക്ക് നഷ്ടപ്പെടും പഠിക്കാൻ വേണ്ടിയിട്ട്. വർഷങ്ങൾ നഷ്ടപ്പെട്ടു, ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികൾ, മനുഷ്യജീവിതങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിവാർഡിൻ്റെ പുറകിലുണ്ട്. ഒരു ഓൺട്രപ്രണറിൻ്റെ റിവാർഡ് എന്താണ്? ഫൈനലി അയാൾ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണം. പക്ഷേ അതിൻ്റെ കോസ്റ്റ് എന്തൊക്കെയാണ്? സ്ട്രെസ് ഉണ്ട്, അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം ലൈഫിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഫെയിലിയേഴ്സ് സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫെയിലിയറിന് മുഖത്തോട് മുഖം നോക്കി നിൽക്കേണ്ട
പല സാഹചര്യങ്ങളും വന്നിട്ടുണ്ടാവും. ഒരു ആക്ടറിൻ്റെ ലൈഫ്, ഇപ്പം മോഹൻലാൽ വലിയൊരു ആക്ടറാണ്, നമ്മൾക്ക് പറയാൻ പറ്റുമോ മോഹൻലാലിന് ഒരു കോസ്റ്റും ഉണ്ടായിരുന്നില്ല ഈ ഒരു സക്സസ്സിലേക്ക് എത്താൻ? പല സ്ട്രഗിൾസും ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ വിരാട് കോഹ്ലി വലിയൊരു സക്സസ്ഫുൾ ക്രിക്കറ്റ് പ്ലെയറാണ്. എത്ര ഇഞ്ചുറീസ് വന്നിട്ടുണ്ടാവും ലൈഫിൽ, എത്ര നാളുകൾ ഫോമിലല്ലാണ്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം എല്ലാ പ്രൊഫഷനും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് റിവാർഡുണ്ട്, കോസ്റ്റുണ്ട്. അതുപോലെ തന്നെയാണ് ഈ അഡൾട്ട് കണ്ടന്റ് ക്രിയേഷനും. ജീവിതത്തിൽ ഒന്നും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോഴും ജീവിതത്തിൽ നമ്മൾക്ക് എന്ത് കിട്ടുന്നു എന്നത് മാത്രമല്ല, നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെടും എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അഡൾട്ട് കണ്ടന്റ് ക്രിയേഷനും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇത് നമ്മൾക്ക് പൈസ കൊണ്ടുതരും, ഫോളോവേഴ്സിനെ കൊണ്ടുതരും, അറ്റൻഷൻ കൊണ്ടുതരും. പക്ഷേ എല്ലാ അറ്റൻഷനും അഡ്മിറേഷൻ ആവണമെന്നില്ല. ഇൻ്റർനെറ്റിൽ ഒരിക്കൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത കാര്യം അത് അവിടെ തന്നെ നിൽക്കും. അത് ഫ്യൂച്ചർ റിലേഷൻഷിപ്സിലുള്ള ആൾക്കാർ കാണാം, മക്കൾ കാണാം, എംപ്ലോയേഴ്സ് കാണാം, എല്ലാവർക്കും അത് വിസിബിൾ ആണ്. അതുപോലെ ഇത്തരം വീഡിയോസ് നമ്മളുടെ ബോഡി തന്നെ കാണിച്ച് വീഡിയോസ് ഇടുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ കൂടുതൽ കോൺഷ്യസ് ആവും. ആ ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ നമ്മൾക്ക് ആങ്സൈറ്റി കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്സിനെ ഇത് ബാധിക്കാം. നമ്മൾ പല ആൾക്കാരായിട്ട് ഇങ്ങനെ ഇൻറ്റിമേറ്റ് ആവുന്ന സമയത്ത് അവിടെ ഒരു ബോണ്ടിങ് മെക്കാനിസം ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്നു. ഓൺലൈനാണെങ്കിൽ പോലും ഒരു ബോണ്ടിങ് മെക്കാനിസം അവിടെ ക്രിയേറ്റഡ് ആവുന്നു. നാളെ ശരിക്കുമുള്ള യഥാർത്ഥ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് വരാം. എന്തിനു പറയുന്നു, നമ്മൾ ഇങ്ങനെ ഇതന്നെ എടുക്കേണ്ട. ഒരു നോർമൽ ലൈഫിൽ 2 ബ്രേക്കപ്പ് കഴിഞ്ഞ ഒരാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. മൂന്നാമതൊരാൾ വരുമ്പോൾ എൻ്റെ അമ്മേ ഇത് നല്ലതോ മോശമോ അല്ല, ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ? അപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരാം. അതുപോലെ ഐഡൻറ്റിറ്റി ക്രൈസിസ് വരാം. അപ്പോൾ നമ്മളെല്ലാവരും നമ്മളുടെ ഈ ജോലി നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റിൻ്റെ ഭാഗമാണ് അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും നമ്മളെ ജോലീൻ്റെ ഭാഗമായിട്ട് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്കും ഒരു ഐഡൻറ്റിറ്റി ഇഷ്യൂ വരാം. അങ്ങനെ പലതരം പ്രശ്നങ്ങൾ ഈ ഒരു പ്രൊഫഷൻ്റെ കൂടെ വരാം. പലപ്പോഴും ഈ പ്രൊഫഷനിലൂടെ ഉണ്ടാക്കുന്ന പണം എല്ലാവരും കാണും, പക്ഷെ അതിൻ്റെ ഒരു ഹിഡൻ കോസ്റ്റ് പലപ്പോഴും കാണാൻ പറ്റില്ല. അത് അഡൾട്ട് കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിലെ വലിയ തീരുമാനങ്ങളിലൊക്കെ അത് അങ്ങനെ തന്നെയാണ്. ലോകം എപ്പോഴും റിവാർഡിനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, പക്ഷെ അതിൻ്റെ കോസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് വഴി ചൂസ് ചെയ്യുമ്പോഴും കണ്ണടച്ചുകൊണ്ടല്ല, കണ്ണ് തുറന്നുകൊണ്ട് വേണം ചൂസ് ചെയ്യാൻ. എല്ലാവരും ചെയ്യുന്നത് കൊണ്ടല്ല, ട്രെൻഡിങ് ആയതുകൊണ്ടല്ല, നല്ല പൈസ കിട്ടും എന്നതുകൊണ്ടല്ല. ഇനി റിവാർഡും കോൺസിക്വൻസസും മനസ്സിലാക്കിയിട്ടും ആ ഒരു ഫുൾ പ്രൈസ് കൊടുക്കാൻ ഞാൻ റെഡിയാണ് എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് മെച്യൂരിറ്റി. റിവാർഡിന് മാത്രം അല്ല, ഇത്ര കോടികൾ എനിക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പോകുന്നതല്ല മെച്യൂരിറ്റി. കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് മെച്യൂരിറ്റി. ഈ ഒരു പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാൽ 10 വർഷങ്ങൾക്കപ്പുറം എൻ്റെ ലൈഫ് എന്തായിരിക്കും എന്ന് കൂടി ചിന്തിക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ദിസ് ഇസ് നോട്ട് ആൻ ഈസിയസ്റ്റ് പാത്ത്, ദിസ് ഇസ് എ ടഫസ്റ്റ് പാത്ത്. അപ്പോൾ ഒരാൾ ആ ഒരു വഴി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ടഫസ്റ്റ് പാത്താണ്. ദെയർ ആർ കോൺസിക്വൻസസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. ദേ ആർ റെഡി ടു ഫേസ് ഇറ്റ്. നമ്മൾ അവരുടെ ഇൻസ്റ്റാഗ്രാമും ഫോളോവേഴ്സും അവരുടെ ഹാപ്പി ഫേസും കണ്ട് മാത്രം ഒരു കൺക്ലൂഷനിലെത്തരുത്. ഇനി നമ്മൾ പലർക്കും ഇത്തരം പ്രൊഫഷൻ സ്വീകരിക്കാൻ മടിയുള്ളത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് പൈസ വേണ്ടാഞ്ഞിട്ടാണോ? നമ്മളുടെ ഉള്ളിൽ നിന്ന് എന്തോ പറയുന്നുണ്ടല്ലേ, ഗട്ട് ഫീലിംഗ് പറയുന്നുണ്ട് ഇത് വേണ്ട. അപ്പം നമ്മൾക്കിത് പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ നമ്മളുടെ ഗട്ടിനത് അറിയാം. ബിക്കോസ് പണം മാത്രമല്ല, ഇതൊരു പാക്കേജ് ആയിട്ടാണ് വരിക. അപ്പോൾ അതിൻ്റെ എല്ലാ കോൺസിക്വൻസസും നമ്മൾ ഏൽക്കേണ്ടി വരും. മൂന്നാമത്തത് അസൂയ തോന്നുന്ന ആൾക്കാരോട്. നിങ്ങൾക്ക് കുറച്ചൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ഞാൻ പറയാം, നിങ്ങൾക്ക് ഇത്തരം വീഡിയോസ് കാണുമ്പോൾ അസൂയ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കൂ. നിങ്ങൾക്ക് അവരുടെ ഒരു വരുമാനത്തിനോട് മാത്രമാണ് അസൂയ തോന്നുന്നത്, അതോ അവരുടെ കംപ്ലീറ്റ് ലൈഫിനെയാണോ നിങ്ങൾ എൻവി ചെയ്യുന്നത്? അല്ല. പക്ഷെ ആ ഒരു ഇതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തമായിട്ട് എടുക്കണം, ഇത് മാത്രമായിട്ട് കിട്ടൂല. അത് വേണ്ട, ഇത് മാത്രം മതി അല്ലേ? കാരണം ഫുൾ സ്റ്റോറി അറിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ കമ്പാരിസൺ അവിടെ തന്നെ നിൽക്കും, പിന്നെ അസൂയം തോന്നൂല. ആൻഡ് ശരിയാണ്, പണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ പെയിൻ, നിങ്ങളുടെ സ്ട്രഗിൾസ് ഇതൊക്കെ റിയലാണ്. എല്ലാവരും പണത്തിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്. പക്ഷേ നമ്മളെപ്പോഴും പണം മാത്രമാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മളുടെ സ്വകാര്യത, നമ്മളുടെ പീസ് ഓഫ് മൈൻഡ്, നമ്മളുടെ കുടുംബം, നമ്മുടെ വാല്യൂസ്, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ്, ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും പണത്തിൻ്റെ കൂടെ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഗട്ട് ഫീലിംഗ് പറയുന്നത്. ഇത് കാശ് തരും, പക്ഷെ വേറെ എന്തോ ഒന്ന് ഇതിൻ്റെ കൂടെ നിനക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ ചില കോൺസിക്വൻസസ് നീ ഫേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഗട്ട് ഫീലിംഗ് വരുന്നത് നമ്മളുടെ വീക്ക്നെസ് ഒന്നുമല്ല, നമ്മൾക്ക് എവിടെയോ ഉണ്ടായ ഒരു വിസ്ഡത്തിൻ്റെ പുറത്താണ് അത് വരുന്നത്. ആൻഡ് യു ഹാവ് ടു അപ്രിഷിയേറ്റ് ഇറ്റ്. കാരണം നമ്മൾ ആ റിവാർഡിൻ്റെ അപ്പുറത്തുള്ള കോൺസിക്വൻസസ് കാണുന്നു. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. അത്രയും ഗട്ട്സ് നമുക്കില്ല, അത്ര തന്നെ. അതാണ് ഗട്ട് പറയുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, മനുഷ്യരായി ജനിച്ചോ സ്ട്രഗിൾസ് ഉണ്ട്, സഫറിങ് ഉണ്ട് എന്നതാണ്. പുറത്ത് നിന്ന് നോക്കുമ്പോൾ പലരുടെയും ലൈഫ് നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നും, പക്ഷെ ഓരോ മനുഷ്യനും അവരവരുടെ ബാറ്റിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ എന്തിനാണ് അസൂയപ്പെടുന്നത് അല്ലേ? ഇനി
ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. കാരണം ചിലർക്ക് ഇപ്പോൾ ഒരു ചിന്ത വരാം, നാളെ ഈ സൊസൈറ്റി മൊത്തം ഈ അഡൽട്ട് കണ്ടൻറ്റ് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇത് നല്ലതായിട്ട് മാറുമോ? കാരണം ഇപ്പോൾ സൊസൈറ്റി അല്ലേ സെലിബ്രിറ്റീസ് ആക്കുന്നു, പോൺ സ്റ്റാർസിനെ, അവരെ പോയി ഇൻ്റർവ്യൂ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് നല്ലതാവുമോ? നമ്മൾ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൊസൈറ്റി പല കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സെലിബ്രേറ്റ് ചെയ്തതുകൊണ്ട് മാത്രം ആ ഒരു കാര്യം മനുഷ്യനെ വളർത്തുന്ന കാര്യമാവണമെന്നില്ല. നമ്മളുടെ സന്തോഷം കൂടുതലും പുറത്തുള്ള കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ അകത്തുള്ള ആ ഒരു ഫ്രീഡം ഇല്ലേ, അത് കുറയാൻ തുടങ്ങും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഫോട്ടോ ഇടുന്നു, അതിന് ഒരു 100 ലൈക്ക് കിട്ടുന്നു, അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്നു. അപ്പോൾ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കൺട്രോളിലല്ല, ആ ലൈക്കിലാണ്. ഇനി ഒരു പൊളിറ്റീഷ്യൻ എടുക്കാം. ഓക്കെ, ആ പൊളിറ്റീഷ്യന് പവർ നഷ്ടപ്പെടുന്നു, അപ്പോൾ അയാൾക്ക് പവർ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ പവറിലാണ് അദ്ദേഹത്തിൻ്റെ സന്തോഷമുള്ളത്. അതുപോലെ തന്നെ ഒരു അഡൽട്ട് കണ്ടൻറ് ക്രിയേറ്റർ അറ്റൻഷന് അഡിക്റ്റ് ആവാം. അതായത് കൂടുതൽ എൻഗേജ്മെൻറ്റ്, കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം, അതിലൂടെ പണം കിട്ടണം. അപ്പോൾ അതൊക്കെ നിന്ന് പോകുമ്പോൾ ഒരു ആങ്സൈറ്റി വരും, വിഷമം വരും. അപ്പം ഇവരുടെയും ഒരു സന്തോഷം പുറത്തുള്ളൊരു കാര്യത്തിലാണ്. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള കാര്യം എന്താ? ആദ്യത്തെ ആൾക്ക് ലൈക്സ്, രണ്ടാമത്തെ ആൾക്ക് പവർ, മൂന്നാമത്തെ ആൾക്ക് പണം അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ്, അറ്റൻഷൻ. ഇതിൽ കോമൺ ആയിട്ടുള്ള കാര്യം എന്താ? നമ്മൾ പുറത്തുനിന്ന് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യാണ് ഹാപ്പി ആവാൻ. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള കാര്യം ഡിപ്പെൻഡൻസിയാണ്. നമ്മൾ പുറത്തുനിന്നുള്ളതിനെ കൊണ്ട് അകത്തത് ആരായാലും ഏത് പ്രൊഫഷനായാലും അകത്തുനിന്ന് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ സന്തോഷത്തിൻ്റെ കൺട്രോൾ പുറത്താണ്. അപ്പോൾ മനുഷ്യരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഈ ഡിപ്പെൻഡൻസി കുറക്കാനാണ് നോക്കേണ്ടത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും പ്രശ്നങ്ങളുണ്ട്, കോൺസിക്വൻസസ് ഉണ്ട്. ഇത് സൊസൈറ്റി അംഗീകരിച്ചാലും നമ്മളുടെ ഉള്ളിൽ മനസ്സമാധാനം വരണമെന്നില്ല. കാരണം നമ്മളുടെ സന്തോഷം പിന്നെയും എന്തിലൊക്കെയോ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ നമ്മൾ മനസ്സിനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ചിന്തിച്ചാലും അൾട്ടിമേറ്റ്ലി ഇതാണ് സത്യം. അതായത് പുറത്തുള്ള സാഹചര്യങ്ങൾ മാറുമ്പോഴും അകത്ത് ശാന്തിയോടെ ഇരിക്കാനുള്ളൊരു ഫ്രീഡം ആണ് മനുഷ്യൻ തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കാണുന്ന പാരൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളോട് റിലേഷൻഷിപ്പിനെ പറ്റിയും കണക്ഷനെ പറ്റിയും സംസാരിക്കണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ അത് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരെ ബോധവാന്മാരാക്കുക. ബിക്കോസ് ഈ ടൈപ്പ് കോണ്ടന്റ് എല്ലാം നമ്മുടെ റിലേഷൻഷിപ്പ്, ഇൻറ്റിമസി, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അവർക്ക് ഭാവിയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, നല്ലൊരു റിയൽ ഇൻറ്റിമസി അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദെൻ ഇത്തരം കണ്ടന്റിൻ്റെ ആവശ്യമേ വരുന്നില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഒരു ഉത്തോപ്യൊന്നും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എനിക്കും വലിയ വിശ്വാസമൊന്നുമില്ല. ബട്ട് അണ്ണാരക്കണ്ണിന് തന്നാലായത് എന്നുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് നമ്മളെ മക്കളെ പറഞ്ഞ് ബോധവാന്മാരാക്കുക. ശ്രദ്ധിക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ക്വാളിറ്റീനെ ഈ കണ്ടന്റ് ഒന്നും എഫക്റ്റ് ചെയ്യരുത്. ബിക്കോസ് യു ഡിസേർവ് എ ബെറ്റർ റിലേഷൻഷിപ്പ്, യു ഡിസേർവ് ബെറ്റർ സെൽഫ്. ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഐ ഡിസേർവ് ബെറ്റർ ആൻഡ് വി ഓൾ ഡിസേർവ് ബെറ്റർ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.